നാസർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. റഫേലെ തുരങ്കത്തിലുള്ള പോരാളികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇവരെ പുറത്തേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ടോ? അമൃത, ഏതാണ്ട് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും മധ്യസ്ഥ രാജ്യങ്ങളും ഹമാസുമായിട്ട് പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നിരുന്നു. ആ ചർച്ച ഇപ്പോൾ പോലും തുടരുകയാണ്. ഇന്നലെയും ഹമാസുമായിട്ട് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തും തുർക്കിയും ഖത്തറുമാണ് ചർച്ചകൾ ഇന്നലെ രാത്രിയും നടത്തിയത്. കാരണം 150 മുതൽ 200ഓളം പോരാളികളാണ് ഇപ്പോൾ റഫയുടെ ഭാഗത്തുള്ള യെല്ലോ ലൈനിന് പിറകിലുള്ള ഹമാസിന്റെ തുരങ്കങ്ങളിൽ ഉള്ളത്. അവരെ പിന്നെ സുരക്ഷിതമായിട്ട് വിടാൻ നേരത്തെ ഇസ്രായേൽ തീരുമാനിച്ചതായിട്ടും അവർ ആയുധങ്ങൾ പൂർണ്ണമായിട്ടും അടിയറ വെക്കുകയാണെങ്കിൽ അവരെ സ്വതന്ത്രമാക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഈ സ്വതന്ത്രരാക്കുന്ന ഫലസ്തീൻ പോരാളികളെ നാടുകടത്തും, അവർ ഒരിക്കലും തന്നെ ഗസയിൽ തന്നെ നിലനിൽക്കാൻ അനുവദിക്കുകയില്ല എന്ന ഒരു കടുത്ത നിലപാടിലേക്ക് ഇസ്രായേൽ വന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്ന ഈ ചർച്ചയുടെ വിവരങ്ങൾ, ഹമാസിന്റെ കൂടി അഭിപ്രായങ്ങൾ അമേരിക്കയെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ തുരങ്കങ്ങളിലുള്ള 150 മുതൽ 200 വരെ വരുന്ന ഫലസ്തീൻ പോരാളികളുടെ കാര്യത്തിലുള്ള ഒരു തീർപ്പിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തും ഖത്തറും പിന്നെ അവർ അല്പം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.